മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ഇന്നത്തെ എല്ലാ അധ്വാനങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 18-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത് തിരുവചനത്തില് നമ്മളിങ്ങനെ വായിച്ച് ധ്യാനിക്കുകയാണ്. 2 or 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. ഈശോയുടെ വലിയ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഈശോയുടെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് ചേരണം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ നാമത്തിൽ ഒരുമിച്ച് ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഓരോരുത്തരും ഈശോ നൽകുന്ന പാഠങ്ങൾ ജീവിതത്തിൽ അനുവർത്തിച്ചുകൊണ്ട് അവ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും നന്മയുടേതും വിശുദ്ധിയുടേതുമായ ഒരു ജീവിതം നയിക്കുമ്പോൾ, അങ്ങനെയുള്ള കൂട്ടായ്മകൾ രൂപപ്പെടുമ്പോൾ അവിടെ ഈശോയുടെ സാന്നിധ്യവും ഈശോയുടെ അനുഗ്രഹവും ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ഈശോയുടെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ഈശോ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം എന്താ? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്നുള്ളതാണ്. സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മ നമ്മുടെ കുടുംബങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കും. ഈശോയുടെ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈശോ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ എല്ലാ കാര്യങ്ങളെയും അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ നടുവിലിരുന്ന്, കുടുംബങ്ങളില് സ്നേഹമില്ലായ്മയുടെ നടുവിലിരുന്ന്, കുടുംബങ്ങളില് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പകയുടെയും വൈരാഗ്യത്തിന്റെയും നടുവിലിരുന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും ഒരു ഗുണവുമില്ല എന്ന് ഈശോനാഥൻ പഠിപ്പിക്കുക. ഈശോയുടെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ ഓർമ്മയിൽ, ഈശോ നൽകുന്ന പാഠങ്ങൾ അനുസരിച്ച് കൂട്ടായ്മകൾ ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മകൾ എങ്ങനെയുള്ള കൂട്ടായ്മകളാണ്? ഈശോയുടെ നാമത്തിലുള്ള കൂട്ടായ്മകളാണോ നമുക്കുള്ളത് എന്ന്, ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കുന്ന കൂട്ടായ്മകളാണോ, ഈശോ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടായ്മകളാണോ നമുക്കുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. നമ്മുടെ കൂട്ടുകൾ എങ്ങനെയുള്ളതാണ്? മദ്യത്തിനും മയക്കുമരുന്നിനും തെറ്റിന്റെ കാര്യങ്ങൾക്കും ഉള്ളതാണോ നമ്മുടെ ഓരോരുത്തരുടെയും കൂട്ടായ്മകൾ? അവിടെ അനുഗ്രഹമുണ്ടാവുകയില്ല, അവിടെ കൃപകൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കൂട്ടായ്മകളൊക്കെ ഈശോയുടെ നാമത്തിലുള്ളതാകട്ടെ, ഈശോയുടെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നതാകട്ടെ, ഈശോ പഠിപ്പിക്കുന്ന വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്നതാകട്ടെ, ഈശോ നൽകുന്ന പ്രാർത്ഥനയുടെ അരൂപി നിറഞ്ഞു നിൽക്കുന്നതാകട്ടെ. അപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ സമൂഹങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം എല്ലായിടത്തും ഉണ്ടാകണം. ഈശോയുടെ സന്നിധിയിൽ ഈ ദിവസത്തെ എല്ലാ കാര്യങ്ങളെയും നമുക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും ഇവരുടെ അധ്വാനങ്ങളിലേക്കും ഇവരുടെ നൊമ്പരങ്ങളിലേക്കും ഇവരുടെ വേദനകളിലേക്കും ഇവരുടെ കുറവുകളിലേക്കും അങ്ങ് ഇറങ്ങി ചെല്ലണമേ. ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും ദുരാത്മശക്തിയുള്ള പ്രവർത്തനങ്ങളും ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പയക്കുന്നു. എല്ലാ തടസ്സങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് ദിവസം വിട്ടുപോകട്ടെ എന്ന് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.